ഒരു സ്റ്റുഡന്റ് എന്ത് ആഗ്രഹിക്കുന്നോ അത് മാമിന്റെ അക്കാഡമിയിൽ കിട്ടും. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഡിങ്ങില് ലിസണിങ്ങില് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. കാരണം നമ്മൾ എന്ത് ആഗ്രഹിച്ചോ അത് നമുക്ക് അവിടെ നിന്ന് കിട്ടും. അയ്യോ, ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എന്ന് എനിക്ക് ആദ്യം അത്ഭുതം തോന്നി. കാരണം ഞാൻ നേരത്തെ പഠിച്ചോടത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. മെറ്റീരിയൽ കണ്ടപ്പോ തന്നെ ഈ ഒരു എക്സാം മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ എന്നെ. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. ഞാൻ ഇപ്പൊ തന്നെ എന്റെ രണ്ട് ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഈ ഫുൾ ബി ഗ്രേഡ് കിട്ടാനായിട്ട് കാരണം അത് മാം തന്നെയാണ്. എനിക്കാണെങ്കിൽ മാം റീഡിങ്ങിന്റെ പാർട്ട് ടൈം ഞാൻ നേരത്തെ 15 മിനിറ്റ്സിലായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നേരത്തെ ഒരു പ്രാവശ്യം എക്സാം എഴുതിയപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. എനിക്ക് എങ്ങനെയാ ഇത് സ്കിം ചെയ്യണ്ടേ അങ്ങനത്തെ ഒരു ഐഡിയ ഇല്ലായിരുന്നു സത്യം പറഞ്ഞ റീഡിങ്ങിന്റെ പാട്ടേക്ക്. പിന്നെ മാമിന്റെ ക്ലാസ്സിൽ അപ്പൊ യൂട്യൂബിൽ ഞാൻ കുറച്ച് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു. അങ്ങനെയാ ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നത് തന്നെ. അത് കഴിഞ്ഞ് റീഡിങ്ങിന്റെ പാട്ടേ മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു ഐഡിയ കിട്ടി. ഇങ്ങനെയായില്ലേ സ്കിം ചെയ്യുന്നത്, സ്കാൻ ചെയ്യുന്നത്, അങ്ങനത്തെ ഐഡിയാസ് ഒക്കെ കിട്ടിയത്. പിന്നെ ഞാൻ അതുപോലെ കണ്ടിന്യൂസ് ഞാനത് പ്രാക്ടീസ് ചെയ്തു. ഒരു ദിവസം ഞാൻ മാമിന്റെ അടുത്ത് 2 എണ്ണം ചെയ്യും, 2 പാട്ടി. അത് കഴിഞ്ഞ് ഞാനും 2 എണ്ണം അല്ലാതെ ചെയ്യുമായിരുന്നേ, നമ്മുടെ കയ്യിൽ പ്രാക്ടീസ് മെറ്റീരിയൽ തന്നേക്കുന്നത് വെച്ച്. അങ്ങനെ എനിക്ക് എങ്ങനെയും റീഡിങ് പാട്ടേ സെറ്റ് ആവണമെന്നുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എക്സാമിന് ഞാൻ 10 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് പാട്ടേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റി. അതിനു മുമ്പ് എനിക്ക് 15 മിനിറ്റ്സ് വന്നിട്ട് ഞാൻ കിടന്ന് വെപ്രാളപ്പെടുമായിരുന്നു എക്സാമിനൊക്കെ. അങ്ങനെ എനിക്ക് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു. പക്ഷെ ഈ എക്സാം ഞാൻ കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കത് 20 ഔട്ട് ഓഫ് 20 ഉണ്ട് ഉറപ്പാ. കാരണം എനിക്കത് വീണ്ടും പ്രൂഫായിട്ട് എനിക്ക് വായിക്കാനും പറ്റി. അങ്ങനെ എല്ലാം വഴി ഞാൻ പിന്നെ ഇരിക്കുവായിരുന്നു. പ്രൂഫ് റീഡ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് 2 മിനിറ്റ്സ് ഇരിക്കും. അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാ പിള്ളേരും ഇരുന്ന് വെപ്രാളപ്പെടുക റീഡിങ് പാട്ട് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എനിക്കത് ഒത്തിരി എഫക്റ്റ് ആയിരുന്നു. അപ്പൊ തന്നെ എനിക്ക് റീഡിങ്ങിലൊക്കെ എനിക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്താണെങ്കിലും എനിക്ക് കിട്ടും. പിന്നെ പാർട്ട് ബി ആണെങ്കിൽ അപ്പോ നമ്മൾ ആ ക്ലാസ്സിൽ ചെയ്ത അതേ മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ. ഇച്ചിരി ടോപ്പിക്ക് വേറെയാന്നേ ഉള്ളൂ, മോഡൽ എല്ലാം ഒരുപോലെയായിരുന്നു. പർപ്പസ് ടൈപ്പും ജിസ്റ്റും എല്ലാം. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു. എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ നമുക്കൊരു ഒരു ഇത് വരുമല്ലോ. ആൻസർ അറിയത്തില്ലെങ്കിലും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇപ്രാവശ്യം കിട്ടും. അങ്ങനെയുണ്ട്. ഞാൻ 2 ടൈംസ് എഴുതിയായിരുന്നേ. അത് കഴിഞ്ഞ് ഞാൻ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ കണ്ടു കഴിഞ്ഞ് എനിക്ക് ഒത്തിരി വീഡിയോ കണ്ടു കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് തോന്നി എന്തോ സ്പെഷ്യൽ ഉണ്ടല്ലോ എന്ന് എനിക്ക് അങ്ങ് തോന്നി. അപ്പൊ ഞാൻ വീട്ടിലെ ഹസ്ബൻഡുമായിട്ട് ഡിസ്കസ് ചെയ്ത് പിന്നെ അങ്ങനെ ജോയിൻ ചെയ്യുമായിരുന്നു ക്ലാസ്. ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു മാം, ഇതിനു മുമ്പ് പഠിച്ചായിരുന്നേ. അപ്പൊ എനിക്കങ്ങനെ പഠിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു എക്സാം ഓറിയന്റഡ് ആയിട്ടല്ല, ഞാൻ എന്തൊക്കെയോ പഠിക്കുന്നു അത്രയേ ഉള്ളൂ. അല്ലാതെ അപ്പം എല്ലാരും പറയുമായിരുന്നു ഇതിനകത്ത് നമുക്ക് കാണാതെ പഠിക്കാനൊന്നുമില്ല, നമ്മള് പ്രാക്ടീസ് കൊണ്ട് അച്ചീവ് ചെയ്യുന്നു. അപ്പം നമ്മൾ എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നമുക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. നമ്മൾ അതിനുവേണ്ടി കുറെ സമയം കളഞ്ഞു, പക്ഷെ ഐഡിയ ഇല്ലായിരുന്നു. ഇപ്പം മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, അടുത്ത ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, എന്ന ഓരോന്നിനും ഓരോ പ്രത്യേക ക്വസ്റ്റ്യൻ ഉണ്ട്. അങ്ങനെയൊക്കെ. അല്ലാതെ ഞാൻ ചുമ്മാ വായിക്കുന്നു, എഴുതുന്നു, എനിക്ക് തോന്നുന്ന ആൻസർ മാർക്ക് ചെയ്യുന്നു, അങ്ങനെ ആ ഒരു ഇതായിരുന്നു. ഇപ്പൊ പക്ഷെ എനിക്ക് ഐഡിയ കിട്ടി. ഇനിയിപ്പം ഞാൻ അന്ന് എന്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ പറഞ്ഞു, എടാ ഇങ്ങനെയാ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇതിന് ഇങ്ങനെ ഒരു ഇതുണ്ട്, നമുക്ക് അറിയത്തില്ലായിരുന്നല്ലോ. നമ്മളിങ്ങനെ ഞാൻ വായിച്ചു, എനിക്കിപ്പോ അതിൽ നിന്ന് എന്ത് മനസ്സിലായോ അത് വെച്ചായിരുന്നു ഞാൻ ചെയ്തത്. അല്ലാതെ ഞാൻ എനിക്കിങ്ങനെ പ്രപ്പോസിഷൻ എങ്ങനെ നമ്മൾ അത് കറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാം, അല്ലെ ഇഫ് ക്ലോസ് എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ ഇല്ലായിരുന്നേ. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ആൻസർ ശരി, ഞാൻ അങ്ങ് ചെയ്യും. അത് കഴിഞ്ഞ് മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇതിങ്ങനെ നമ്മൾ വായിക്കാം, അല്ലെങ്കിൽ അറിയാൻ മേലാത്ത ഒരു വാക്കിന്റെ അർത്ഥം നമ്മളത് ലീവ് ചെയ്ത് അതെങ്ങനെ നമ്മൾ മാമിന്റെ ടിപ്സ് വെച്ച് നമ്മൾ അത് വായിച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റ് ആയിട്ട് ആൻസറിലേക്ക് എനിക്ക് എത്താൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് ആദ്യത്തെ 1-2 എണ്ണമൊക്കെ ചെയ്തപ്പോഴത്തേക്ക് ഇങ്ങനെ കിട്ടാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയി. ഞാൻ വീണ്ടും എനിക്ക് അതേ മോഡൽ ക്വസ്റ്റ്യൻസ് എടുത്ത് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യാൻ തുടങ്ങി. അപ്പൊ എനിക്ക് നല്ല ഐഡിയ കിട്ടി. എനിക്കപ്പം എക്സാമിന് ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. എക്സാമിന് പോകുമ്പോഴത്തേക്കും ഇപ്രാവശ്യം എനിക്ക് എങ്ങനെയത് ആ ക്വസ്റ്റിനെ അപ്രോച്ച് ചെയ്യാം, അങ്ങനെ ഒരു ഐഡിയ കിട്ടി. എനിക്ക് അത് ഒത്തിരി സന്തോഷം. റീഡിങ്ങിന്റെ പാർട്ട് എയും നല്ല ഈസി ആയിരുന്നു. കാരണം അതിൽ നിന്ന് തന്നെ എനിക്ക് ഉറപ്പായിരുന്നു എനിക്ക് നല്ല മാർക്ക് കിട്ടുമെന്ന്. പാർട്ട് എനിക്ക് ഒട്ടും അറിയത്തില്ല, കാരണം ഞാൻ 15 മിനിറ്റ്സ് വെച്ചാ ചെയ്യുന്നത്. ഇപ്പൊ ഞാൻ അഥവാ 13 മിനിറ്റ്സ് വെച്ച് ചെയ്യുവാണെങ്കിൽ എനിക്ക് പിന്നെ ഒരു 2 to 3 ആൻസേഴ്സ് ഞാൻ ചെയ്യാണ്ട് വരും ആൻസർ. അപ്പം ഞാൻ എന്നാ ഇനി ഒരു 2 മിനിറ്റ്സും കൂടി ഉണ്ടല്ലോ, എക്സാമിന് അത് കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ആ 2 മിനിറ്റ്സും കൂടി എടുത്ത് ഞാൻ
പിന്നെ ചെയ്യുമായിരുന്നു. മാമിന്റെ അടുത്ത് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഡെയിലി ഞങ്ങൾക്ക് മോക്ക് ഉണ്ടല്ലോ റീഡിംഗ് പാർട്ടേടെ, അത് ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നേ. അപ്പം ആദ്യത്തെ ദിവസം 12 മിനിറ്റ്സ് വെച്ച് ചെയ്ത് ആദ്യത്തെ ദിവസം ഞാൻ ഇതെങ്ങനെയായിരിക്കും, ഞാൻ ഈ 12 മിനിറ്റ്സ് കൊണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുമോ? ഈ മെറ്റീരിയൽ നമ്മുടെ കോർഡിനേറ്റർ നമുക്ക് സെൻഡ് ചെയ്തെന്ന് ആ മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ, ഞാൻ ഇതിനു മുമ്പ് പ്രാക്ടീസ് എക്സാം എഴുതിയ ഒരാളായതുകൊണ്ട് മെറ്റീരിയൽ കണ്ടപ്പോൾ തന്നെ അയ്യോ ഇത് എക്സാം മോഡൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആണല്ലോ എന്ന്. അപ്പൊ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം തോന്നി. കാരണം അതിന്റെ ആ ലേഔട്ടും എല്ലാം നല്ല നമ്മൾ ഒഫീഷ്യലിന് തുല്യമായിട്ട്. അങ്ങനെ ഞാനത് പ്രാക്ടീസ് ചെയ്ത് ഒന്ന് രണ്ട് ക്ലാസ്സിലൊക്കെ എനിക്ക് ആദ്യം ബുദ്ധിമുട്ടായിരുന്നേ. അത് കഴിഞ്ഞ് മാം അതെങ്ങനെയാ ക്ലാസ്സിൽ ചെയ്യേണ്ടത് എനിക്ക് എടുത്ത് പറഞ്ഞു കഴിഞ്ഞപ്പോ എനിക്ക് ഐഡിയ കിട്ടി എനിക്ക് പാട്ട് ചെയ്യാനായിട്ടുള്ള. അങ്ങനെ ഞാൻ അത് വെച്ച് ഈ മോക്കിനെ ഡെയിലി അറ്റൻഡ് ചെയ്ത് അത് കഴിഞ്ഞ് 11 മിനിറ്റ്സിലേക്ക് മാറ്റി, 10 മിനിറ്റ്സിലേക്ക് മാറ്റി. അപ്പം എനിക്ക് ആ ഐഡിയ കിട്ടി എനിക്ക് എവിടെയാണ് തെറ്റിപ്പോയത്. അപ്പൊ എല്ലാ ദിവസവും ഞങ്ങൾക്ക് ഈ കറക്റ്റ് ചെയ്ത് റീഡിംഗ് പാർട്ട് എയുടെ ആൻസർ കറക്റ്റ് ചെയ്ത് അത് അയച്ചു തരിക, അതൊക്കെ വലിയ കാര്യം. ഇത്രയും സ്റ്റുഡൻസിന് ഡെയിലി ഇങ്ങനെ കറക്ഷൻ തരിക എന്ന് പറയുമ്പോൾ അപ്പൊ ആ കറക്ഷൻ കിട്ടിയത് എവിടെയാണെന്ന് നമുക്ക് മനസ്സിലായി. അടുത്ത മെറ്റീരിയൽ വരുമ്പോ അപ്പൊ എനിക്കത് ഓർത്തിരിക്കാൻ പറ്റി എവിടെയാ എനിക്ക് തെറ്റ് പറ്റിയേ. ആ മിനിമം മാക്സിമം അതിന്റെ തൊട്ട് മുമ്പ് കിടക്കുന്ന വാക്ക് അതൊക്കെ എനിക്ക് ഹെൽപ്ഫുൾ ആയത്. എക്സാമിന് എനിക്ക് അത് കണ്ടപ്പോ തന്നെ എനിക്കൊക്കെ സന്തോഷമായിരുന്നു. ഇത് ഞാൻ ആ പ്രാക്ടീസ് ചെയ്ത മെറ്റീരിയൽസിന്റെ തന്നെയെല്ലാം വന്നേക്കുന്ന ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയെന്നേ ഉള്ളായിരുന്നു. അത് നല്ല ഈസി ആയിരുന്നു. എനിക്ക് ഒത്തിരി സന്തോഷം തോന്നിയായിരുന്നു റീഡിംഗ് പാർട്ട് എയുടെയും ബിയുടെയും ഒക്കെ. സി ആണെങ്കിൽ ഒട്ടും പറയണ്ട. കാരണം അന്ന് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയായിരുന്നു ഇത് വായിക്കാനെങ്കിലും, എനിക്കിത് മനസ്സിലാവുന്നില്ലല്ലോ. അങ്ങനെ അത് കഴിഞ്ഞ് മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോ നമ്മൾ അതിന് ആ പാർട്സ് ഇങ്ങനെ അങ്ങ് സ്നേഹിക്കാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ആൻസേഴ്സ് കിട്ടാൻ തുടങ്ങി. ഇപ്പം നമ്മൾ 8 എണ്ണം ചെയ്തു, അതില് ഒരു 6 എണ്ണമൊക്കെ അങ്ങ് ശരിയാവുമ്പോൾ നമുക്ക് സന്തോഷം. കാരണം അങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നപ്പോ തന്നെ. പിന്നെ ലിസണിങ്ങിന്റെ ആണെങ്കിലും ലിസണിങ്ങിന്റെ പാർട്ടേ ഒക്കെ മാം ക്ലാസ്സിൽ കേൾപ്പിച്ച് തരുന്ന കേട്ട അയ്യോ ഇങ്ങനെയൊക്കെ ചെയ്യുമോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് എനിക്ക് ആദ്യം അത്ഭുതം തോന്നി. കാരണം ഞാൻ നേരത്തെ പഠിച്ചോടത്തൊന്നും അങ്ങനെ ഇല്ലായിരുന്നു. അപ്പൊ റീഡിങ്ങിന്റെ നിർത്തി നിർത്തി ഓരോന്നും കേൾപ്പിച്ച് തന്ന മാം ഇങ്ങനെ കേട്ടോ കേട്ടോ മനസ്സിലായോ മനസ്സിലായോ എന്നിട്ട് ആൻസർ നമ്മളെ കൊണ്ട് പറയിപ്പിക്കുക, അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. നിങ്ങൾ എല്ലാരും നമ്പർ ഇട്ട് എനിക്ക് അത് പറ ആൻസർ പറ ഒത്തിരി എഫക്റ്റീവ് ആയിരുന്നു മാം. പറയാതിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. മാമിനോട് എത്ര നന്ദി പറഞ്ഞാൽ എനിക്ക് മതിയാവത്തില്ല. എനിക്കാണെങ്കിൽ ആദ്യം എനിക്കൊരു കൺഫ്യൂഷൻ ചെയ്തത് തന്നെയായിരിക്കും, പിന്നെ ഇവരെന്തെങ്കിലും ടിപ്സ് ഒക്കെ പറഞ്ഞു തരുമായിരിക്കും എന്നേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞ് നമുക്ക് മെറ്റീരിയൽസ് നമുക്ക് അയച്ചു തന്നപ്പോഴത്തേക്കും ഞാൻ പ്രിന്റ് ഔട്ട് എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം നമ്പർ ഇട്ട് നമ്മൾ അടുക്കി കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാം ഇങ്ങനെ നമ്മൾ എക്സാമിന് കാണുന്ന ആ മെറ്റീരിയൽ പോലെ തന്നെ എല്ലാം. കാരണം എങ്ങൊന്നും ഇങ്ങനെ ഒരു മെറ്റീരിയൽ ഒന്നും നമുക്ക് കിട്ടത്തില്ല ഒരിക്കലും. കാരണം മാം ഇതിനു വേണ്ടി നല്ലപോലെ ഹാർഡ് വർക്ക് ചെയ്തെന്ന് നമുക്കത് മനസ്സിലാവും നമ്മൾ ഓരോ ഇതിൽ കൂടെ കടന്നു പോകുമ്പോഴത്തേക്ക്. അങ്ങനെ നമ്മൾ ഓരോ ദിവസം ഓരോന്ന് എടുക്കുമ്പോൾ ഓരോ മെറ്റീരിയലും പ്രാക്ടീസിന് വേണ്ടി എടുക്കുമ്പോഴത്തേക്കും അതാ എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള അതുപോലത്തെ ആ ക്വസ്റ്റ്യൻസും എല്ലാം ഭയങ്കര പറയാതിരിക്കാൻ പറ്റത്തില്ല. അതാണ് എനിക്ക് ഈ ഇത്രയും നല്ലൊരു വിജയം നേടിത്തരാൻ സാധിച്ചതെന്ന് എനിക്ക് ഉറപ്പുള്ളൂ മാം. നന്നായിരുന്നു. കാരണം ഞാൻ വേറൊരു സ്ഥലത്ത് നിന്ന് വന്നപ്പോഴത്തേക്ക് എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു ഇത് എങ്ങനെയായിരിക്കും. അതിന് മാം റീഡിംഗ് പാട്ട് എങ്ങനെയാ ചെയ്യേണ്ടത് അത് നമ്മളെ ആ സ്ക്രീനിൽ കാണിച്ചു തന്നെ ഇങ്ങനെ വായിക്കണം, ഇങ്ങനെ സ്കാൻ ചെയ്യണം, ഇങ്ങനെ സ്കാൻ ചെയ്യണം എന്നെല്ലാം ആ ഡിഫറൻസ് സഹിതം പറഞ്ഞ് മനസ്സിലാക്കി തന്നപ്പോ ഞങ്ങൾക്കത് ക്രാക്ക് ചെയ്യാൻ സാധിച്ചത് അതുകൊണ്ടാണ്. ഒരിക്കലും നമുക്ക് ഒരു സ്ഥലത്ത് നിന്ന് കിട്ടിയ ആ മെറ്റീരിയൽ അല്ല നമുക്ക് നമ്മുടെ ജെഎം അക്കാദമി കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പുതിയ ഫ്രഷ് മെറ്റീരിയൽ കിട്ടുന്നത്. നമുക്ക് അതിന്റെ ആൻസർ കിട്ടാണ്ട് നമ്മൾ ഉപേക്ഷിച്ച് കളഞ്ഞ് പക്ഷെ അത് മാമിന്റെ ക്ലാസ്സിലൂടെ നമുക്ക് അത് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ള ആ ക്വസ്റ്റ്യൻ എങ്ങനെ അപ്രോച്ച് ചെയ്യാം എന്നൊരു ഐഡിയ കിട്ടും. റീഡിംഗ് പാട്ട് എനിക്ക് ഒന്നും പറയാനില്ല. റീഡിംഗ് പാട്ട് അത്രയ്ക്ക് വണ്ടർഫുൾ ആണ്. റീഡിംഗ് പാർട്ട് ടൈം മാം ഞാനാണെങ്കിൽ പ്രീവിയസ് എക്സാമിന് എനിക്ക് 15 മിനിറ്റ്സ് തന്നെ എടുത്തായിരുന്നു. അന്ന് എനിക്ക് 2 മോർ മിനിറ്റ്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഞാൻ വെപ്രാളം പിടിക്കുക. ഞാനാണെങ്കിൽ 15-ലൊക്കെ കിടക്കുന്നതേ ഉള്ളായിരിക്കും ക്വസ്റ്റ്യൻ ആൻസറിൽ. അത് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമം തോന്നിയായിരുന്നു. എഴുതാൻ പറ്റിയില്ലോ, ഇനി 2 ആൻസറും കൂടെ അറ്റൻഡ് ചെയ്യാനുണ്ടല്ലോ. അങ്ങനെ ഭയങ്കര നിരാശയോടെയായിരുന്നു ആ എക്സാമിനൊക്കെ ഇറങ്ങാൻ പറ്റിയത്.
പക്ഷെ ഇപ്രാവശ്യത്തെ എക്സാമിനാണെങ്കിൽ എനിക്ക് 10 മിനിറ്റ്സ് കൊണ്ട് എനിക്കത് വിശ്വസിക്കാൻ തന്നെ പറ്റുന്നില്ല. ഇനി 5 മിനിറ്റ്സ് മോർ എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എന്റെ 20 ക്വസ്റ്റ്യൻ ആൻസറും കഴിഞ്ഞു ഞാൻ. അത് കഴിഞ്ഞ് ഞാൻ എന്താ പ്രൂഫ് റീഡ് ചെയ്യാന്ന് വെച്ച് ഓരോ ക്വസ്റ്റിനെ കൂടെ എനിക്ക് പോകാൻ പറ്റി. അറ്റൻഡ് ചെയ്തതെല്ലാം എല്ലാം ശരിയാണോ ശരിയാണോ, മാം പറഞ്ഞു തന്ന രീതിയിലാണോ തന്നെ എഴുതിയെന്നൊക്കെ നോക്കി നോക്കി ഞാൻ എക്സാമിന്റെ സമയത്തൊക്കെ നമ്മുടെ അക്കാഡമിയെ കുറിച്ച് എന്റെ മനസ്സിലേക്ക് വന്നു, അയ്യോ എനിക്ക് അവിടെ ജോയിൻ ചെയ്തത് കൊണ്ടാണല്ലോ ഇത് അറ്റൻഡ് ചെയ്യാൻ പറ്റിയേ എന്നോർത്ത്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ എനിക്ക് 2 മിനിറ്റ്സ് കിടക്കുക കഴിഞ്ഞിട്ട്. അപ്പൊ ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോ എല്ലാരും ധൃതി പിടിക്കുന്ന എക്സാമിന്റെ പാർട്ടേ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി. അങ്ങനെ എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു 5 മിനിറ്റ്സ് നേരത്തെ എനിക്ക് എഴുതി കഴിയാൻ സാധിച്ചത്. നമ്മുടെ അക്കാദമി ജോയിൻ ചെയ്ത് മാഡത്തിന്റെ ആ ട്രെയിനിങ് കൊണ്ട് മാത്രമാണ് എനിക്ക് അത്രയും നല്ലതായിട്ട്. സെയിം മെറ്റീരിയൽ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് പ്രാക്ടീസ് ചെയ്യുന്നോ അത് തന്നെ. അത് ടോപ്പിക്ക് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എനിക്ക് സെയിം ആയിട്ടാണ് തോന്നിയത്. അതേ അതേ ആ ലേഔട്ടും എല്ലാം, നമ്മുടെ ക്വസ്റ്റ്യന്റെ മോഡലും എല്ലാം നമ്മൾ ആ പ്രാക്ടീസ് ചെയ്ത എന്താണോ അത്. അതുകൊണ്ട് എനിക്ക് നല്ല ഷുവർ ആയിരുന്നു എനിക്ക് 20 മാർക്സും എനിക്ക് അതിനകത്ത് നിന്ന് അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടെന്ന്. അതുകൊണ്ട് എനിക്ക് ഇത്രയും നല്ലൊരു വിജയവും കിട്ടിയത്. എല്ലാം അത് തന്നെ, അത് സെയിം. നമ്മൾ ആ ക്വസ്റ്റ്യൻ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ ടോപ്പിക്ക്. അല്ലാതെ ആ ചെയ്യുന്ന മെത്തേഡ്, ആ ക്വസ്റ്റ്യന്റെ ആ രീതി എല്ലാം സെയിം. പർപ്പസ് ടൈപ്പ്, ജിസ്റ്റ്, സ്പെസിഫിക് എല്ലാം അതേ. മാം എന്ത് പറഞ്ഞോ അത് തന്നെയാ എക്സാമിന് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് എനിക്ക് ഭയങ്കരമായിട്ട് മനസ്സിലാക്കാൻ സാധിച്ച, മാം അതിനെ കുറിച്ച് നന്നായിട്ട് സ്റ്റഡി ചെയ്തിട്ടാണ് ഓരോ ക്ലാസ്സും ഞങ്ങൾക്ക് എടുക്കാൻ വരുന്നത്. കാരണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നന്നായിട്ട് പഠിക്കാത്ത ഒരാൾക്ക് നമ്മളെ ഇത്രയും നന്നായിട്ട് പഠിപ്പിക്കാൻ സാധിക്കത്തില്ല. കാരണം ഈ എക്സാമിനെ കുറിച്ച് അത്ര നന്നായിട്ട് റിസർച്ച് ചെയ്തിട്ടാണ് മാം വന്നേക്കുന്നത്. ഓരോ ക്വസ്റ്റ്യൻ അതെങ്ങനെ വായിക്കണം, എങ്ങനെ നമ്മൾ ആ ക്വസ്റ്റ്യനെ അപ്രോച്ച് ചെയ്യണം, അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ആ ക്ലാസ്സിനകത്ത് പറഞ്ഞു തരുന്നതുകൊണ്ട് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു അത്. നമ്മൾ ആ എക്സാമിന് ചെയ്യുമ്പോൾ നമുക്കൊരു പേടി വരത്തില്ല. കാരണം ആ ക്വസ്റ്റ്യൻ ഒക്കെ നമ്മൾ ചെയ്തിട്ടുള്ളതായതുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരത്തില്ല. അയ്യോ ഞാൻ ഈ ക്വസ്റ്റ്യൻ ആദ്യമായിട്ട് കാണുമായിരുന്നോ. അപ്പൊ നേരത്തെയാണ് എക്സാമിന് നമ്മൾ എഴുതുമ്പോഴത്തേക്കും അയ്യോ ഇത് നമുക്ക് ചുമ്മാ വായിക്കുന്നു ചെയ്യുന്നു അങ്ങനെയുള്ള ഈ ടൈപ്പ് ഓരോ ക്വസ്റ്റ്യൻ ഓരോ രീതിയുണ്ട് ഓരോന്ന് അറ്റൻഡ് ചെയ്യുന്നതിന്. അപ്പൊ ആ കറക്റ്റ് രീതി അറിഞ്ഞു കഴിഞ്ഞപ്പം നമ്മൾ ആ രീതി ചെയ്തപ്പം എനിക്ക് നമുക്ക് ആൻസർ എന്തായാലും എന്റെ ഒരു 4 അല്ലെങ്കിൽ 5 ഉറപ്പായിട്ടും എന്റെ ശരിയായിട്ടുണ്ട് ആൻസർ. എനിക്ക് അത്ര ഷുവർ ആയിരുന്നു ചെയ്തപ്പോഴത്തേക്ക്. നമുക്കങ്ങ് അടുത്തത് വായിക്കാൻ വായിക്കാൻ ധൃതി കൂടുക നമുക്ക് ഓരോന്നും ചെയ്തു കഴിഞ്ഞപ്പോ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നോ നേരത്തെ റീഡിങ് BNC ചെയ്യുമ്പോ? റീഡിങ് എന്ന് പറയുമ്പോൾ റീഡിങ് മൊത്തം എനിക്ക് ഭയങ്കര ഫ്ലോപ്പായിരുന്നു. കാരണം റീഡിങ് പാർട്ടേ 15 മിനിറ്റ്സിൽ എടുത്താ ചെയ്യുന്നത്. പിന്നെ പാർട്ട് ബി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. നമുക്ക് ഏതായിരിക്കും ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ട്രിക്കി ആയിട്ട് അവർ ഇടുന്നതുകൊണ്ട് നമുക്ക് അതങ്ങ് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. പക്ഷെ നമ്മുടെ JM അക്കാദമിയിൽ ഞാൻ ജോയിൻ ചെയ്ത് എനിക്ക് അതെങ്ങനെയാ ഓരോ ക്വസ്റ്റ്യനും കറക്റ്റ് ആയിട്ട് അത് ക്രാക്ക് ചെയ്യേണ്ട ആ വിധം ഓരോ ക്ലാസ്സിലും ഇങ്ങനെ എടുത്തെടുത്ത് പറഞ്ഞത് തന്നെയായിരിക്കും. വീണ്ടും അത് തന്നെ പറഞ്ഞു നമ്മളെ കൂടുതൽ അത് റിമൈൻഡ് ചെയ്യിക്കുമായിരുന്നു. അതൊക്കെ നല്ല എഫക്റ്റീവ് ആയിരുന്നു. ഞാൻ 2 മന്ത് സ്കിൽ കോഴ്സ് ആയിരുന്നു ഞാൻ എടുത്തിരുന്നത്. ഞാൻ ജോയിൻ ചെയ്തപ്പോൾ തന്നെ നമുക്ക് ക്ലാസ്സിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ കിട്ടിയപ്പോഴത്തേക്കും എനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ഞാൻ ഒരു സ്കിൽ കോഴ്സ് എന്റെ ആ ഒരു ഇത് വെച്ച് എനിക്ക് തോന്നിയത് ഞാനൊരു സ്കിൽ കോഴ്സ് തന്നെ എടുക്കുന്നതാണ് നല്ലത്. 2 മന്ത് അപ്പം നമുക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ട്രെയിനിങ് കിട്ടും. അല്ലാതെ നമ്മൾ ഒരു മാസത്തെ കോഴ്സിന് പെട്ടെന്ന് ഡേറ്റ് എടുത്തേച്ച് ജോയിൻ ചെയ്യുക. അപ്പൊ ഓൾറെഡി ഞാൻ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ തന്നെ നമുക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയായിരുന്നു. മാമിന്റെ യൂട്യൂബിന്റെ ക്ലാസ് ഒക്കെ ഞാൻ കേട്ടപ്പോഴത്തേക്കും എനിക്ക് മനസ്സിലായി. എന്നിട്ട് ഞാൻ മാം പറയുന്ന പോലെ ഡേറ്റ് എടുക്കാം അങ്ങനെയൊക്കെ മനസ്സിൽ പ്ലാൻ ചെയ്ത് ഞാൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത്. ഡേറ്റ് എടുക്കാതെ തന്നെ ക്ലാസ്സിൽ ജോയിൻ ചെയ്തു. ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും മാം തന്നെ സെക്കൻഡ് ഡേയിൽ എന്നെ വിളിച്ച് എന്റെ പോരായ്മകൾ എവിടെയാണ് എന്നെല്ലാം മാം തന്നെ അത് മനസ്സിലാക്കിയെടുത്തു. അതൊക്കെ സത്യം പറഞ്ഞ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അങ്ങനെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ HOD ഒന്നും നമ്മളോട് അങ്ങനെ സംസാരിക്കത്ത പോലും ഇല്ല. നമ്മളൊന്ന് കാണാൻ പോലും കിട്ടത്തില്ല. റെക്കോർഡഡ് ക്ലാസ് മാത്രമേ നമുക്ക് കിട്ടുള്ളൂ. മാം അത് നമ്മളോട് പേഴ്സണൽ ആയിട്ട് വിളിച്ച് ഈ ഓരോ
പാട്ടിന്റെ എന്റെ പോരായ്മ എന്താണ്, എവിടെയൊക്കെ എനിക്ക് മിസ്റ്റേക്ക് സംഭവിക്കുന്നതെന്ന് മാം തന്നെ അത് മനസ്സിലാക്കി പിന്നെ നമുക്ക് ചേരുമ്പോ തന്നെ ഒരു റീഅഷുറൻസ് കിട്ടും. കുഴപ്പമില്ല, നമുക്കെല്ലാം ശരിയാക്കി എടുക്കാം എന്നുള്ള മാമിന്റെ ആ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് പകുതി ഒരു ആശ്വാസമാവും. എന്നെ കൊണ്ട് സാധിക്കും പിന്നെ മാം അപ്പൊ എനിക്ക് ഐഡിയ കിട്ടി, ജയം അക്കാദമിയിലെ ജിഷ മാം തന്നെയാണിത് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ ഡെയിലി മാമിന്റെ ക്ലാസ്, അപ്പൊ അത് മാം തന്നെയാണ് നമുക്ക് ലിസണിങ്ങിന്റെയും റീഡിങ്ങിന്റെയും ക്ലാസ് നമുക്ക് ഓൺലൈനായിട്ട് എടുത്ത് തരുന്നത്. അത് 100% ഷുവർ ആണ്. അത് ഒരു എക്സാമ്പിൾ ആണ്. ഞാൻ അത് അനുഭവിച്ചറിഞ്ഞ ഒരാളാണ് ഞാൻ. നമ്മുടെ പേരെടുത്ത് വിളിച്ച് നമ്മളെ ക്ലാസ്സിൽ ചോദിക്കും, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, സോണിയ മനസ്സിലായോ, നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ തന്നെ മാം അതെടുത്ത് നമ്മളോട് ചോദിക്കും. പിന്നെ നമ്മളെ ക്ലാസ്സിൽ വായിപ്പിക്കും മാം. സത്യം പറഞ്ഞ ഒരു അക്കാദമിയിലും അങ്ങനെയൊന്നും ആരും നമ്മളെ കൊണ്ട് വായിപ്പിക്കാൻ അവർക്ക് അതിന് സമയമില്ല. അവരിങ്ങനെ നമ്മളെ കൊണ്ട് കുറച്ച് വന്ന് വായിച്ച് തരുന്നു. എന്നിട്ട് നമുക്കത് മനസ്സിലായോ മനസ്സിലായില്ല, 1 hour കൊണ്ട് ആ ക്ലാസ് തീർന്നു. പക്ഷെ മാം ആണെങ്കിൽ ആ 11 to 12 ആ ക്ലാസ് എങ്കിലും ചിലപ്പോൾ 12:30 12:45 വരെ മാമിന്റെ ക്ലാസ് പോയിട്ടുണ്ട്. ഡിസ്കഷൻ തീരാണ്ട് പിന്നെ കാൻഡിഡേറ്റ്സ് ഡൗട്ട് ചോദിക്കുന്നതനുസരിച്ച് മാഡം പിന്നെ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്ത് എത്ര പ്രാവശ്യം വേണേലും പറഞ്ഞു തരും. അതാണ് ഭയങ്കര എത്ര നമുക്ക് അറിയാൻ മേലാത്ത കാര്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും വീണ്ടും എല്ലാരും. അതെല്ലാം ക്ലിയർ ചെയ്ത് ഒരു കാര്യം ക്ലിയർ ചെയ്യാതെ മാം അത് പോകത്തില്ല. എല്ലാവർക്കും മനസ്സിലാവുന്നോളം വരെ അത് പറഞ്ഞു തന്നു. അതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ഒത്തിരി സന്തോഷമുണ്ട് അതൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റിയതിലും എനിക്ക് ഈ ഒരു വിജയം നേടാൻ സാധിച്ചതിലും. ഞാൻ ഇപ്പൊ തന്നെ എന്റെ 2 ഫ്രണ്ട്സിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, എനിക്ക് ഈ ഫുൾ ബി ഗ്രേഡ് കിട്ടാനായിട്ട് കാരണം അത് മാം തന്നെയാണ്. കാരണം നമ്മൾ ഇതുവരെ പഠിച്ചെടുത്തുനിന്ന് കിട്ടാത്ത ഒരു സ്പെഷ്യൽ അവിടെ ഉണ്ട്. മാം ഇവിടെ എനിക്ക് തോന്നി എനിക്ക് എന്താണോ വേണ്ടത് അതാ എനിക്ക് ഇവിടുന്ന് കിട്ടിയത്. റീഡിംഗും ലിസണിങ്ങിനും ഭയങ്കരമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുക മാം. അതിനു വേണ്ടി ഇങ്ങനെ ഡെഡിക്കേറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക. നമുക്ക് എന്നാ വേണം, ഇനി എന്താ, ഇനി ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ, ഇനി എന്താ, നിങ്ങൾക്ക് ഇത് മനസ്സിലായോ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോൾ നിങ്ങൾ അതങ്ങനെ നോക്കി ചെയ്യുക, നേരത്തെ ചെയ്ത അതേ പാറ്റേൺ തന്നെ എന്നൊക്കെ പറഞ്ഞ എല്ലാം നമുക്ക് മലയാളത്തിൽ ഇങ്ങനെ പറഞ്ഞു തന്ന് എല്ലാം നമുക്കൊക്കെ ഭയങ്കര അത്ഭുതം തോന്നായി. ഞാൻ ഇങ്ങനെയൊന്നും കേട്ടിട്ടില്ലാതെ ആദ്യമായിട്ട് ഇങ്ങനെ വരുന്ന ഒരാളാണെങ്കിൽ എനിക്കത് ഭയങ്കര ഒരു മാറ്റം തോന്നി. കാരണം മലയാളത്തിൽ നമുക്ക് ഇങ്ങനെ ക്ലാസ് ഓരോ സെന്റൻസും വായിച്ച് ഇങ്ങനെയാ അത് വായിക്കുന്നത് എന്നപ്പോ നമുക്കൊരു ഐഡിയ കിട്ടിയത്. ഇങ്ങനെ അറിയാൻ മേലാത്ത വാക്കുകളെ എങ്ങനെ നമുക്കത് മനസ്സിലാക്കി എടുക്കാം, ആ സെന്റൻസ് മൊത്തം ആ പാരഗ്രാഫിലെ ഓവറോൾ ഐഡിയ എങ്ങനെ എടുക്കാം, ഇതൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു മാം. ഒരിക്കലും പറയാതിരിക്കാൻ പറ്റത്തില്ല മാമിന്റെ ആ ടീച്ചിങ്ങിന്റെ ആ ഒരു കഴിവ്. അത് ഭയങ്കരം തന്നെയാ. കാരണം ഒരു സ്റ്റുഡന്റ് എന്താഗ്രഹിക്കുന്നോ അത് മാമിന്റെ അക്കാദമിയിൽ കിട്ടും. പിന്നെ സ്പീക്കിങ്ങും റൈറ്റിങ്ങും ആണെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂട്ടേഴ്സ് നമുക്കത് പ്രോപ്പറായിട്ട് അവർ നമുക്ക് ഓറിയന്റേഷൻ ക്ലാസ് ഉണ്ട്. ഓറിയന്റേഷൻ ക്ലാസ് കഴിഞ്ഞ് നമുക്ക് ഇൻഡിവിജ്വൽ ട്യൂട്ടറെ തരും. അവരും നമുക്ക് ഇതുപോലെ എല്ലാം പറഞ്ഞ് ഡൗട്ട് ഉണ്ടെങ്കിലും ഒരു കുഴപ്പവും ഇല്ല, എല്ലാം ഇങ്ങനെ ചോദിച്ച് മനസ്സിലായോ എല്ലാം എനിക്കത് പറയാതിരിക്കാൻ പറ്റില്ല. എനിക്ക് വലിയൊരു അനുഭവമായിരുന്നു ജയം അക്കാദമിയിൽ നിന്ന് കിട്ടിയത്. മാം എനിക്കാണെങ്കിൽ എഴുതിയപ്പോഴത്തേക്ക് 3:30 ആയിരുന്നു റീഡിങ്ങിന്, ലിസണിങ്ങിന് 3:40. അങ്ങനെ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. അതിന് ശേഷം ഞാൻ എഴുതിയ എക്സാമിനാണെങ്കിൽ എനിക്ക് ലിസണിങ്ങിന് 300ഉം പിന്നെ റീഡിങ്ങിന് വീണ്ടും 3:30 തന്നെ. അവിടെ തന്നെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി നിൽക്കും. എനിക്കങ്ങ് അറ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക്. അങ്ങനെ എനിക്ക് മനസ്സിലായി എവിടെയോ എനിക്ക് മിസ്റ്റേക്ക് ഉണ്ട്, അതുകൊണ്ടാണ് എനിക്ക് ഇതിൽ തന്നെ ഞാൻ ഇങ്ങനെ സ്റ്റക്കായി പോകുന്നത് എനിക്ക് മനസ്സിലായി C++ൽ. അങ്ങനെ ഞാൻ മാമിന്റെ അടുത്ത് ജോയിൻ ചെയ്ത് അവിടുന്ന് എനിക്ക് വേണ്ടത് എനിക്ക് കിട്ടി. റീഡിങ് ലിസണിങ് ആയിരുന്നു എനിക്ക് ടഫ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ ജയങ്ങം അക്കാദമിയിൽ ചേർന്നത്. കാരണം റൈറ്റിങ്ങും സ്പീക്കിങ്ങും അത്യാവശ്യം ബി ഗ്രേഡ് ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിൽ പ്രാക്ടീസ് ചെയ്ത് നമ്മൾ അതിൽ കോൺഫിഡൻസ് ആയി. പക്ഷെ എനിക്ക് റീഡിങ്ങും ലിസണിങ്ങും ഭയങ്കര റീഡിങ് ആയിരുന്നു കീറാമുട്ടി. പക്ഷെ എനിക്കാണ് ഭയങ്കര ഇഷ്ടമായിരുന്നു മോമിന്റെ ക്ലാസ് കൂടാൻ. എനിക്ക് നൈറ്റ് ഷിഫ്റ്റിലെ ക്ലാസ്സും കൂടെ കൂടിയാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു.
പക്ഷേ സമയത്തിന്റെ അഭാവം കാരണം എനിക്കത് പറ്റിയില്ല. രാവിലെ മോക്ക് ടെസ്റ്റ് കൂടുന്നു. ഞാൻ പെട്ടെന്ന് വന്ന് മോക്ക് അറ്റൻഡ് ചെയ്ത് ഞാൻ സമയമാകാൻ വേണ്ടി ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കും ടൈമില്. എന്നിട്ട് ഞാൻ പെട്ടെന്ന് ജോയിൻ ചെയ്ത്. അപ്പം നമ്മൾ 2 മിനിറ്റ്സ് നേരത്തെ ക്ലാസ്സിൽ കയറും. എന്നിട്ട് റീഡിംഗ് പാർട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എല്ലാവരും പറഞ്ഞു തരും. ഹാൻഡ് റൈറ്റിംഗ് ശരിയാക്കണം, ഹാൻഡ് റൈറ്റിംഗ് ചെക്ക് യുവർ ഹാൻഡ് റൈറ്റിംഗ് എന്നൊക്കെ പറഞ്ഞ് നമുക്ക് എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ ആ 2 മോഡ്യൂൾ കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ മാമിന്റെ സമയമാകുന്നിടത്ത് പെട്ടെന്ന് പോയി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചേച്ച് ഒന്ന് ഓടി വന്നായിരിക്കുന്ന ക്ലാസ്സിന്. കാരണം മിസ്സാവരും, നമുക്ക് ആദ്യം തൊട്ട് പറയുന്ന അങ്ങ് പിടിച്ചെടുക്കാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ ജോയിൻ ചെയ്യുമായിരുന്നു. 2 മിനിറ്റ്സ് നേരത്തെ ഞാൻ കയറും, കാരണം അത്രയും കൂടെ നഷ്ടപ്പെട്ടു പോകരുത്. പിന്നെ ഞാനാണെങ്കിൽ വായിക്കുമ്പോഴത്തേക്ക് തന്നെ എനിക്ക് മാമിന്റെ ആ സൗണ്ടില് എനിക്ക് ആ സൗണ്ട് അങ്ങനെ ചെവി വരുക, ഞാൻ ആ സെന്റൻസിൽ കൂടെ പോകുമ്പോ തന്നെ മാം ആ മലയാളത്തിൽ വായിക്കുന്ന പോലെ തന്നെ എന്റെ ചെവിയിൽ ഇങ്ങനെ കേൾക്കുന്ന പോലെയാണ് ഞാൻ വായിക്കുന്നത്. ഇവിടെ നമുക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ റീഡിങ്ങില് ലിസണിങ്ങില് നമ്മൾ തിരിഞ്ഞു നോക്കേണ്ട വരത്തില്ല. കാരണം നമ്മൾ എന്ത് ആഗ്രഹിച്ചോ അത് നമുക്ക് അവിടുന്ന് കിട്ടും. അത് ഞാനൊരു അനുഭവസ്ഥയാണ്, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ലിസണിങ് ആണെങ്കിലും മാം ആ ഓഡിയോ ആ ക്ലാസ്സിൽ നിർത്തി നിർത്തി കേൾപ്പിച്ചു തരുന്ന, മനസ്സിലായോ, കേട്ടോ കേട്ടോ അത് കേട്ടോ എന്ന് ചോദിച്ചു. അങ്ങനെ നമുക്ക് ഒരു സ്ഥലത്തുനിന്ന് കിട്ടത്തില്ല. നമ്മളിപ്പോ തന്നെ പ്രാക്ടീസ് ചെയ്താലും നമ്മളങ്ങ് മടുക്കും. നമ്മൾ കേട്ടില്ല, ഓ അത് വിട്ടേക്കാം എന്ന് പറഞ്ഞ് നമ്മളത് വിട്ടിട്ട് അടുത്തത് എടുക്കും. അങ്ങനത്തെ ആ ഒരു റുട്ടീൻ ആയിരുന്നു ഞാനാണ് ചെയ്തോണ്ടിരുന്നത്. ഞാൻ പ്രാക്ടീസ് ചെയ്യും, എത്ര മാർക്ക് കിട്ടി മാർക്കിൽ ഞാൻ ഡിപ്പെൻഡ് ചെയ്ത് മാർക്ക് നോക്കും, ആ മെറ്റീരിയൽ വിടും. പക്ഷെ മാം അങ്ങനെയല്ല. മാം ആ ഒരു മെറ്റീരിയല് നമ്മൾ ചെയ്തുള്ളെങ്കിലും അത് നല്ല പക്കായിട്ട് നമുക്ക് മനസ്സിലാവും. കാരണം നമുക്ക് അടുത്ത മെറ്റീരിയൽ എടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെയൊക്കെ നോക്കണം നമ്മൾ. ആ കീവേഡ്സ് എങ്ങനെ നമ്മൾ നോക്കാം, അങ്ങനെ ഓരോ കാര്യങ്ങളും മാമാത പറഞ്ഞത് ആ റൂട്ടിൽ കൂടെ നമ്മൾ പോയാൽ നമുക്ക് വിജയം ഉറപ്പാ. മാം എന്ത് പറഞ്ഞു തരുന്നു അതുപോലെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അല്ലാതെ നമ്മളെ ക്ലാസ് മാത്രം കേട്ടിട്ട് ക്ലാസ് കൂടി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാം ആ പറഞ്ഞു തന്ന ആ രീതിക്ക് നമ്മൾ ഒരു എനിക്ക് തോന്നുന്നു ഞാനൊരു 10 മെറ്റീരിയൽസ് കൂടുതൽ ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മാം പറഞ്ഞു തന്ന ആ രീതിയിൽ ആ 10 ചെയ്താൽ മതി, നമുക്കത് കിട്ടാനുള്ള നമുക്ക് കിട്ടും. മെത്തേഡ് അറിഞ്ഞ് എക്സാം ഓറിയന്റഡ് ആയിട്ടുള്ള ആ മെറ്റീരിയൽസ്, മാം തരുന്ന ആ മെറ്റീരിയൽസ് പ്രാക്ടീസ് ചെയ്താൽ ഉറപ്പായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ OET. കാരണം മാം അതുപോലെ ആ ടിപ്സ് ഒക്കെ പറഞ്ഞു തരും നമുക്ക്. അത് നമ്മൾ ചെയ്താൽ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് നേടാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഈ OET എന്നുള്ളത്. അതുകൊണ്ടാണ് എനിക്ക് ആദ്യത്തെ എക്സാമിനൊക്കെ എനിക്ക് 330 340 ആയിട്ട് ഞാൻ അങ്ങനെ സ്റ്റക്കായി പോയി. എനിക്ക് ഭയങ്കര വിഷമായിരുന്നു. കാരണം എല്ലാവരും അയ്യോ ഒരു മാർക്കിനാണല്ലോ പോയെന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് അങ്ങ് വിഷമം. പിന്നെ രണ്ടാമത് എഴുതിയപ്പോഴും എനിക്ക് അങ്ങനെ തന്നെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് മനസ്സിലായി ഞാൻ എന്റെ മിസ്റ്റേക്ക് ആണ്, എനിക്ക് എവിടെയോ പ്രശ്നമുണ്ട്. അങ്ങനെ ഞാൻ മാമിന്റെ ക്ലാസ്സുകൾ യൂട്യൂബിൽ കേട്ടപ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലായി എന്റെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്ന മാമിനാ. മാം തന്നെ നേരിട്ട് അത് ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജോയിൻ ചെയ്ത് മാം എന്നോട് എന്റെ പോരായ്മ എവിടെയാണെന്ന് എന്നോട് സംസാരിച്ചപ്പോൾ മാമിന് മനസ്സിലായി. അങ്ങനെ മാം അത് കറക്റ്റ് ആയിട്ട് അതെനിക്ക് ഡീൽ ചെയ്ത് തന്നു.